മാസപ്പടി കേസിൽ വീണ വിജയനെതിരായ അന്വേഷണം തുടരാൻ ഇഡി വീണയെ വിളിപ്പിക്കുന്നത് റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ്. കിരൺ, മാസപ്പടി കേസ് ഇനി എങ്ങനെയായിരിക്കും ഇഡി മുന്നോട്ട് കൊണ്ടുപോവുക? വീണയ്ക്ക് സമൻസ് അയക്കുമോ? ആ കാര്യങ്ങളിലൊക്കെ വലിയൊരു ആകാംക്ഷയുണ്ട് രാഷ്ട്രീയ കേരളത്തിന്. എന്തിനാണ് സാധ്യത? ഇഡി കൂടുതൽ ഒരു സമയമെടുക്കുകയാണോ? ചുരുങ്ങിയത് വെള്ളിയാഴ്ച വരെയെങ്കിലും. മായ, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകൾക്കിടെ ഇഡി പിടിച്ചെടുത്ത പല ഡിജിറ്റൽ രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ എല്ലാം തന്നെ ശാസ്ത്രീയമായ പരിശോധനകളും വിശദമായ പരിശോധനകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെയുള്ളൊരു നീക്കമാണ് ഈ പരിശോധനകൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗത്തുനിന്ന് ഇഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ചോദ്യം ചെയ്യലിനുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് പ്രധാനമായിട്ടും ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനിടയിൽ തന്നെയായിരുന്നു CMRL ഈ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ അന്വേഷണം താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു CMRLന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഈ ഹർജി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശദമായി വാദം കേൾക്കുകയും പിന്നീട് വെള്ളിയാഴ്ച ഇതിൽ വിധി പറയുന്നതിന് വേണ്ടി ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. ഈ മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ അന്തിമ വിധി വരുന്നതിന് മുൻപായി തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഇഡി ഇപ്പോൾ ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇഡിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് ഇഡി ഉദ്യോഗസ്ഥർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉടനെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായിട്ടും CMRL ആണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CMRLനെ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉടനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ പോലും ഈ കേസിൽ മറ്റൊരു കക്ഷിയായിട്ടുള്ള വീണ വിജയൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് പ്രധാനമായിട്ടും ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് വെള്ളിയാഴ്ചക്ക് മുൻപായി തന്നെ ചെയ്യണമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ തന്നെ ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ചില ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഉടനെ വേണ്ട, വെള്ളിയാഴ്ച ഇതിൽ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുശേഷം സമൻസ് നൽകി വിളിപ്പിച്ചാൽ മതി എന്നുള്ളൊരു നിഗമനത്തിലേക്കും കൂടി എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിംഗിൾ ബെഞ്ച് ആദ്യം ഈ ഹർജി പരിഗണിക്കുകയും പിന്നീട് താൽക്കാലികമായി സ്റ്റേ ചെയ്തെങ്കിലും അതിനുശേഷം അന്വേഷണം തുടരാമെന്നുള്ളൊരു ഉത്തരവാണ് ഇട്ടിരുന്നത്. അതിനുശേഷമാണ് CMRL ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഏതായാലും ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇഡി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഇഡിക്ക് അനുകൂലമായിട്ടുള്ളൊരു ഉത്തരവുണ്ടാവും. ആ ഉത്തരവുണ്ടായതിനു ശേഷം മറ്റ് നടപടിയിലേക്ക് കടന്നാൽ മതി എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങളും ഇഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഇഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ അതിനു മുൻപോ തന്നെ വീണ വിജയൻ അടക്കമുള്ള ആളുകൾക്ക് സമൻസ് നൽകാനും മറ്റുള്ളവരെ, അതായത് CMRLനെ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം പിന്നീട് ചോദ്യം ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി ഏതായാലും ഇഡി എത്തുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഏതായാലും ഇഡിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് കൂടി ആലോചിച്ചതിന് ശേഷം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മായ, കിരണാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ വീണ വിജയനെതിരായ അന്വേഷണം തുടരാൻ തന്നെയാണ് ഇഡിയുടെ തീരുമാനം. എന്നിരുന്നാലും ഒരു സമൻസ് അയക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപക്ഷെ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു.